ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇന്നലത്തെ നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളെല്ലാം ഒരു ഗ്യാപ്പ് അപ്പോടെ തന്നെയാണ് സ്വീപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു എൻട്രി കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഈ ഒരു ലെവൽ സ്വീപ്പ് ചെയ്ത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടുന്ന് ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്താണ് ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഇന്നലത്തെ നമ്മുടെ ആ ഒരു ഹൈ ലിക്വിഡിറ്റി ഏരിയയിൽ സ്വീപ്പായി. ഓക്കെ, പിന്നെ നമുക്കൊരു എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇന്നലെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ആ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയും എന്താണ് മാർക്കറ്റ് സ്വീപ്പായ, പക്ഷേ അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒരു അപ്സൈഡിലോട്ടുള്ള ഒരു എൻട്രി കാര്യങ്ങൾ തന്നിട്ടില്ല. പിന്നെ അതിനുള്ള ടൈം 3 o'clock ആകുകയും ചെയ്തു. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ ഒരു ബൈയിങ്ങിലോട്ട് കയറുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സെക്കൻഡ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സെയിം ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നേരെ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്താണ് ആ പ്രീവിയസ് ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്താണ് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി കാര്യങ്ങളൊന്നും തന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ വരച്ചു. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ എന്താണ് മാർക്കറ്റ് വന്ന് സ്വീപ്പ് ആയില്ല. ഇന്ന് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുക്കുക. ഓക്കെ, 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എന്താണ് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഫുൾ കൺസോളിഡേഷനാണ്. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് പറയാം നമ്മുടെ ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ എന്താണ് ഒരു കൺസോളിഡേഷനാണ് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കൺസോളിഡേഷൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഓക്കെ, ഭയങ്കര കൺസോളിഡേഷൻ. ഇപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കിപ്പം ലാസ്റ്റ് 5 days എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോളിഡേഷൻ മാർക്കറ്റ് കൺസോളിഡേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കൺസോളിഡേറ്റിംഗ് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഉള്ള ഓപ്ഷൻ ബയേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഓക്കെ, പക്ഷേ എന്താണ് ഓപ്ഷൻ സെല്ലേഴ്സിന് നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ അവർക്ക് വളരെ ഈസിയാണ്. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ടൈമാണ് ഈ ഒരു കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റ്. ഓക്കെ, പിന്നെന്താണ് പിന്നെ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് ഇന്ത്യൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. പിന്നെന്താണ് നമുക്ക് ഇന്നത്തെ ഡേ ഹൈ. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ. അപ്പോൾ ഇത്രയാണ് ഇത് നമ്മുടെ നാളത്തേക്കുള്ള നിഫ്റ്റി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഇന്നത്തെ ഡേ ഹൈ ആയ 25,275 ആണ് ഇന്നത്തെ അപ്പർ ലിക്വിഡിറ്റി ലെവൽ. ഓക്കെ, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് 25,127 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽ എത്രയാണ് 25,083. ഓക്കെ, ഇത് മൂന്നുമാണ് നമുക്ക് നാളത്തേക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസ്. പിന്നെ നമ്മൾ ബാക്കി ലിക്വിഡിറ്റി ലെവൽസ് നമ്മൾ വരച്ചിട്ടുണ്ട് ഈ ഒരു ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എന്താണ് ഞാൻ നമ്മുടെ ആ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മുടെ ആ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി ഫ്രീ ആയിട്ട് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്താണ് ഫുൾ കൺസോൾട്ടേഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി നമുക്ക് എന്തായാലും മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, പിന്നെന്താണ് ഞാൻ ഇന്നത്തെ ഡേ ഹൈ 51,636 എന്ന് പറയുന്ന ഡേ ഹൈ എന്താണ് ഞാൻ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് നാളത്തേക്കുള്ള മാർക്കറ്റിൽ. ഓക്കെ, പിന്നെ നമുക്ക് വേറെ വരുന്ന ഒരു മെയിൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ് അതായത് നമുക്ക് ലാസ്റ്റ് ഡേയ്സിൽ മാർക്കറ്റ് എന്താണ് നല്ലൊരു അപ്സൈഡ് റാലിയാണ്. ഓക്കെ, അപ്പം ഇതും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഈ രണ്ട് ഏരിയാസ് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയാസാണ്. അപ്പം ഇതിലൊരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ ഞാൻ ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി വരുത്തുള്ളൂ. ബട്ട് എന്നാലും നമ്മുടെ ഒരു മെയിൻ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇന്ന് ബാങ്കിൽ മാർക്ക് ചെയ്തേക്കുന്ന ഏതാണ് ഈ 51,749 എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. പിന്നെ എത്രയാണ് 51,640 എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, പിന്നെന്താണ് 51,389 എന്ന് പറയുന്നതും ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ചാണ്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ ഒരു നല്ല ലിക്വിഡിറ്റി ഏതാണ് എക്സ്റ്റേണൽ നല്ല ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 51,233 എന്ന് പറയുന്നത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, 240 ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് മാർക്കറ്റിൽ നാളത്തേക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. ഓക്കെ, നാളെ ഫ്രൈഡേ ആണ്. ഓക്കെ, അപ്പം നാളെ നമുക്കൊരു കൺസോൾട്ടേറ്റിംഗ് തന്നെ ആയിരിക്കും ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ലാസ്റ്റ് എത്രയാണ് ഒരു 15 ഡേയ്സോളം അതായത് 2 വീക്സോളം നമുക്ക് എന്താണ് ഭയങ്കര കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റാണ്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി എന്തായാലും ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു അക്യൂമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ നമുക്കറിയില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഞാൻ അപ്പം ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ.